ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കാം എന്നുള്ള ചിന്ത വന്നത് എപ്പോഴാണ്? അങ്ങ് ഇൻസ്റ്റൻറ്റ് സിനിമയുടെ ആളല്ല. ആ ചിന്ത വന്ന് തിരക്കഥയാവാൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്ര സമയം? ആടുജീവിതം എന്ന ഒരു പുസ്തകത്തിൻ്റെ ഞാൻ ഭ്രമരം എന്ന സിനിമ യുടെ വർക്കുകൾക്ക് എന്നോടൊപ്പം ആണ് ഞാൻ ഇങ്ങനെയൊരു പുസ്തകത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ശ്രീ രവിവർമ്മ തമ്പുരാൻ മനോരമയിലെ ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു നമ്മുടെ സിനിമയെക്കുറിച്ചും സാഹിത്യത്തിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടിപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമയിലെ കാനത്തിൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും പ്രത്യേകിച്ച് സേതുമാധവൻ സാറിൻ്റെ ഒട്ടുമിക്ക സിനിമകളും നോവലിൽ നിന്നും മറ്റ് സാഹിത്യകൃതികളിൽ നിന്നുമൊക്കെ സിനിമയാക്കിയിട്ടുണ്ട് 70കളിലും ഒക്കെ 80കളിലും ഒക്കെ. പക്ഷേ പിന്നീട് ഇപ്പോൾ എന്തുകൊണ്ടൊരു സാഹിത്യകൃതികൾ സിനിമയാക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൃശ്യ സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലും സിനിമയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് തോന്നുന്നു. അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ല അത്തരം സാധ്യതകൾ സാഹിത്യത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് വായിച്ച ഈ ആടുജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം. എന്നിട്ട് അദ്ദേഹം പോയിട്ട് ആ പുസ്തകം എനിക്ക് അയച്ചു തരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുകയും ആദ്യ വായനയിൽ തന്നെ എനിക്കിതിൻ്റെ സാധ്യതകൾ, ദൃശ്യസാധ്യതകൾ, അപ്പോൾ അതാണല്ലോ തുടക്കം തന്നെ, ദൃശ്യസാധ്യത. ആ സാധ്യത മനസ്സിലാക്കിയിട്ട് ബെന്യാമിൻ അന്ന് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന കാലമാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് വിളിക്കുകയും അദ്ദേഹം സന്തോഷത്തോട് അനുമതി തരികയൊക്കെ ചെയ്യുകയുണ്ടായി. പുതുവത്സരമാണ്, പുതിയ സിനിമയെക്കുറിച്ച് ചിന്തകളുണ്ട് എങ്കിൽ അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. എന്ന് മാത്രമല്ല, സാഹിത്യത്തിൽ നിന്ന് ഇനി ഒരു സൃഷ്ടിയെടുത്ത് അതും സിനിമയാക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടോ? രഹസ്യമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. രഹസ്യം പരസ്യമാക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണല്ലോ. അതെ, അവരുടെ എല്ലാവരുടെയും മനസ്സാണ് ഞാൻ അവരുടെ എല്ലാവരുടെയും മനസ്സാണ് ഞാൻ ചോദിച്ചത്. അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത അല്ല, തുടങ്ങിയിട്ടുണ്ടോ? പറഞ്ഞില്ല, ബുദ്ധി എന്നേ ഞാൻ പറഞ്ഞോളൂ. അടുത്ത പ്രോജക്റ്റ് ചിന്ത ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ സാധാരണ ഒരുപാട് അതിലേക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിഷയത്തിനെ ക്രമീകരിക്കുക എന്നുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ചിന്തകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് നീണ്ട ഇടവേളകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് പൊതുവിൽ എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്നൊരു പരാതിയും കമൻറ്റും ഒരുപാട് റിക്വസ്റ്റുകളാണ് സിനിമ വീണ്ടും ചെയ്യാനായിട്ടുള്ളത്. അപ്പം എനിക്കും കഴിഞ്ഞൊരു 11 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ആടുജീവിതം ഇറങ്ങുന്നത്, കളിമണ്ണിന് ശേഷം. അപ്പം അത്രയും ഒന്നും ഇനിയൊരു കാത്തിരിപ്പ് നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്നെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് പെട്ടെന്നാകത്തില്ല. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഏറ്റവും അടുത്ത് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക.